നമസ്കാരം. കേരളയിൽ പിണറായി വിജയൻ്റെ മറ്റൊരു പരിഷ്കാരം. ഈ പദ്ധതിക്ക് വേണ്ടി, സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി ഏകദേശം 75 കോടി രൂപയാണ് കേരളത്തിൻ്റെ പൊതു ഖജനാവിൽ നിന്ന് പിണറായി വിജയൻ പാഴാക്കി കളഞ്ഞത്. മഞ്ഞക്കുറ്റിയടിക്കാനായി എത്രയോ പേരുടെ കിടപ്പാടത്തിൽ മഞ്ഞക്കുറ്റിയടിച്ചു. എത്രയോ പേർ അത് കാരണം ആത്മഹത്യ ചെയ്തു. എത്രയോ പേർ ഇപ്പോഴും ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ തങ്ങൾ സമ്പാദിച്ച വീട്ടിൽ ജീവിക്കുന്നു. ഒരു വായ്പ എടുക്കാനോ ആ വീട് വിൽക്കാനോ ഒന്നും അവർക്ക് കഴിയാതെ ജീവിക്കുന്നു. എത്രയോ പേരെ തല്ലിച്ചതച്ചു ഇതിൻ്റെ പേരിൽ. എത്രയോ പേർക്കെതിരെ കേസെടുത്തു ഇതിൻ്റെ പേരിൽ. എന്നാൽ വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കേരളയിൽ പദ്ധതി, സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കി എന്നുള്ളതാണ്. എന്തുകൊണ്ട് പിണറായി വിജയനെ ഇതിനെക്കുറിച്ച് വിമർശിക്കുന്നില്ല? പിണറായി വിജയൻ ചെയ്ത ഈ തെമ്മാടിത്തരത്തെ എന്തുകൊണ്ട് മാധ്യമങ്ങൾ പറയുന്നില്ല? ഇപ്പോഴും ജനങ്ങൾ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല? എന്തായാലും ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ ജി ശക്തിധരൻ അത് കൃത്യമായി തന്നെ സമൂഹ മാധ്യമത്തിൽ കുറിപ്പായി എഴുതിയിട്ടുണ്ട്. മഞ്ഞക്കുറ്റി അടിപ്പിച്ച മുൻ മുഖ്യമന്ത്രിക്ക് ഭ്രാന്തായിരുന്നോ എന്ന തലക്കെട്ടിൽ ജി ശക്തിധരൻ എഴുതിയ പോസ്റ്റ് ഇങ്ങനെയാണ്: കേരളത്തിൽ നടക്കാത്ത സിൽവർ ലൈനിന്റെ പേരിൽ മഞ്ഞക്കുറ്റി തകർത്തടിച്ച് 75 കോടിയിലേറെ രൂപയുടെ നഷ്ടം ഖജനാവിന് വരുത്തിവെച്ച മുൻ മുഖ്യമന്ത്രിയുടെ മനോനില പരിശോധിക്കേണ്ടതാണെന്ന് എന്തേ ആരും പറയുന്നില്ല? ഈ പണാപഹരണത്തിന് സർക്കാർ കൂട്ടുനിൽക്കുകയാണോ? പിണറായി വിജയൻ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് തെറിച്ചിട്ടും UDFന് ഭയമാണോ? സിൽവർ ലൈൻ ഉപേക്ഷിച്ചതുകൊണ്ട് അതിന്മേൽ കാട്ടിക്കൂട്ടിയ കൊടും ദ്രോഹങ്ങൾ ആവിയായിപ്പോയോ? ഇതാണോ ജനാധിപത്യ ബോധമുള്ള ഒരു സർക്കാരിൻ്റെ കടമ? ഒരു KSRTC ബസിന്റെ ചില്ല് പൊട്ടിച്ച യാത്രക്കാരിയുടെ 1,00,000 ലക്ഷം രൂപയാണ് പിഴയായി 2 ദിവസം മുമ്പ് സർക്കാർ ഈടാക്കിയത്. 75 കോടിയിലേറെ രൂപ അപഹരിച്ച പിണറായി വിജയന്റെ മുന്തിയേർത്ത് വെപ്പിക്കാൻ ഇവിടെ ഒരു നിയമവുമില്ലേ? ഒരുത്തനുമില്ലേ? സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്ര അനുമതിയില്ലാതെയാണ് ഇത്രയും പണം അമുക്കിയതെന്ന് ആർക്കാണ് അറിയാത്തത്? ഇത്തരത്തിൽ ഖജനാവ് കൊള്ളയടിക്കുന്നവരോട് ഭരണകൂടം ഉദാരമായി പെരുമാറുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമല്ലേ? മാപ്പർഹിക്കാത്ത കുറ്റമല്ലേ? കേന്ദ്രാനുമതിയില്ലാത്ത പദ്ധതിയുടെ പേരിൽ സംസ്ഥാന ഖജനാവിൽ നിന്ന് ഭീമമായ തുക അപഹരിച്ചത് പിണറായിയുടെ കുടുംബസ്വത്തായതുകൊണ്ടാണോ? മുഖ്യമന്ത്രിയുടെ പാർശ്വവർത്തികൾക്ക് ചാകരക്കാലമായിരുന്നില്ലേ? പേര് പറഞ്ഞെഴുതണോ മടിയില്ല? എന്തുകൊണ്ടാണ് ഉന്നത ഉദ്യോഗസ്ഥരും പണ്ഡിതരും ഇതെല്ലാം ലാഘവ ബുദ്ധിയോടെ എടുക്കുന്നത്? എത്ര നിരുത്തരവാദപരമായി ഭരണ നേതൃത്വമോ ബ്യൂറോക്രസിയോ പെരുമാറിയാലും ഒരു ചുക്കും ഇവിടെ സംഭവിക്കില്ല എന്നാണോ? ഇത്തരത്തിലുള്ള പൊതുമുതൽ അപഹരണങ്ങൾക്കെതിരെ എത്രയോ വമ്പന്മാരെ പ്രധാനമന്ത്രി മോദി കാരാഗൃഹത്തിൽ അടച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ അതേ പ്രധാനമന്ത്രി ഉമ്മ കൊടുക്കും. അതാണ് അന്തർധാര. കേരളത്തിൽ സിൽവർ ലൈനിൻ്റെ പേരിൽ നടന്ന കൊള്ള ഗൗരവതരമായ അക്കാദമീയ പഠന വിഷയമാക്കണം. ഏറ്റവും ചുരുങ്ങിയത് കാക്കനാട്ടെ മീഡിയ അക്കാദമി വിദ്യാർത്ഥികളെങ്കിലും ഇങ്ങനെ ഒരു പ്രോജക്റ്റിൻ്റെ മേൽ പഠനം നടത്തട്ടെ. ഏതൊക്കെ വെള്ളാനകളാണ് ഖജനാവ് അപഹരിച്ചത് എന്ന് പുറത്തു വരട്ടെ. എങ്ങനെയാണ് ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടത് എന്നതും വ്യക്തമാക്കണം. നിയമവ്യവസ്ഥ കൂച്ചുവിലങ്ങടപ്പെട്ടത് എങ്ങനെയെന്നും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ കൊള്ള ഇനി ആവർത്തിക്കപ്പെട്ടുകൂടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജി ശക്തിധരൻ തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അതെ, തീർച്ചയായും ഈ 75 കോടി രൂപ എന്ന് പറയുമ്പോൾ ഇത് മുണ്ടയിൽ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല. ഇത് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള പൊതുജനങ്ങളിൽ നിന്ന് നികുതികളായും പിഴകളായും പിടിച്ചു പറിച്ച പണമാണ്. ആ പണം കൊണ്ടാണ് 75 കോടി രൂപയുടെ മഞ്ഞ കുറ്റിയടിച്ചത്. അത് വെറുമൊരു മഞ്ഞക്കുറ്റി അടിപ്പ് മാത്രമല്ല, അതിൽ വലിയ തോതിലുള്ള അഴിമതി നടന്നിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ പോലും അനുമതി ഇല്ലാതെയാണ് ഇത്തരത്തിൽ ഒരു സിൽവർ ലൈന് വേണ്ടി പിണറായി വിജയൻ സർക്കാർ ഇറങ്ങിത്തിരിച്ചത് എന്നോർക്കണം. എത്രയോ പേരെയാണ് ഇതിൻ്റെ പേരിൽ തല്ലിച്ചതച്ചത്. എത്രയോ പേർക്കെതിരെയാണ് കേസെടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു കിടപ്പാടം, ആ കിടപ്പാടത്തിൽ ഒരു സുപ്രഭാതത്തിൽ ഏതോ ഒരു മണ്ടൻ്റെ തലയിൽ ഉദിച്ച ആശയം പ്രാവർത്തികമാക്കാനായി ഒരു മഞ്ഞക്കുറ്റി അടിക്കുകയാണ്. ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ പുറത്തു കൊടുക്കാൻ പാടുള്ളതല്ല. നമ്മുടേതാണ് ഈ 75 കോടി രൂപ എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാര തുകയല്ല. അതിൻ്റെ വലിപ്പം മനസ്സിലാക്കണം. 1600 രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ 2000 രൂപയാണ് ആക്കിയത്. അതുപോലെ നിസ്സാരമായിട്ടുള്ള വേതന വർധനവിന് വേണ്ടിയാണ് ആശാ വർക്കർമാർ സമരം ചെയ്തത്. ആ സ്ഥാനത്ത് അതിന് നേരെ കണ്ണടച്ച സർക്കാരാണ് 75 കോടി രൂപ പൊതുഖജനാവിൽ നിന്ന് എടുത്ത് ഒരു ഉളുപ്പുമില്ലാതെ ഇത്തരത്തിൽ ധൂർത്തടിച്ചത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇത് ഓർക്കണം. ഇവരെയൊക്കെ അകറ്റി നിർത്തണം. ഇനിയും വരും മാനായും മാരീജനായും പല വേഷത്തിലും വോട്ട് ചോദിക്കാനും മറ്റും പറഞ്ഞുകൊണ്ട് ആട്ടിപ്പായിക്കണം ഇവന്മാരെ. ഇനി ഒരിക്കൽ കൂടി കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല. സർക്കാരും ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കണം. കാരണം ഭരണമുണ്ടായിരുന്നു എന്ന് കരുതി, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു എന്ന് കരുതി എന്ത് തെമ്മാടിത്തരവും കാണിച്ചിട്ട് മൂട്ടിലെ പൊടിയും തട്ടി അങ്ങ് ഇറങ്ങി പോകാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് UDF സർക്കാരും ഇത്തരത്തിൽ പിണറായി വിജയനെതിരെ എന്താണ് നടപടി എടുക്കേണ്ടത്, ഈ 75 കോടി രൂപ പാഴാക്കിയതിന് എന്താണ് നടപടി എടുക്കേണ്ടത് എന്ന് നിയമാനുസൃതം പരിശോധിച്ച് ആ നടപടി എടുക്കണം. എങ്കിൽ UDF സർക്കാരിൻ്റെ കീർത്തി ഒരിക്കൽ കൂടി ഒന്നുകൂടി ഉയരും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം.